നമസ്കാരം. കഠിനംകുളത്ത് വീട്ടമ്മയായ ആതിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് പ്രതി ജോൺസണുമായുള്ള ബന്ധം മറച്ചുവെച്ചതെന്ന് ആരോപണം. ആതിരയുടെ പൂജാരിയായ ഭർത്താവ് ക്ഷേത്രത്തിൽ പോയെന്നും കുട്ടി സ്കൂളിൽ പോയെന്നും ഉറപ്പുവരുത്തിയ ശേഷമാണ് ജോൺസൺ വീടിനുള്ളിൽ കയറിയത്. ആതിര മകനെ സ്കൂൾ ബസ് കയറ്റി വിടുന്ന സമയം വരെ ഒളിച്ചു നിന്നു. ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിച്ചു. വീട്ടിലെത്തിയ ജോൺസൺ ആതിര ചായ നൽകുന്നതിനിടെ കിടപ്പുമുറിയിലെ മെത്തയ്ക്കടിയിൽ കത്തി ഒളിപ്പിക്കാൻ മാത്രമല്ല ടിവിയുടെ ശബ്ദം കൂട്ടിവെക്കാനും ശ്രദ്ധിച്ചു. ക്ഷേത്രപൂജാരി ആയതുകൊണ്ട് ഈ കുടുംബം നാട്ടുകാർക്കെല്ലാം സുപരിചിതരാണ്. ഇവരുടെ വീടും മെയിൻ റോഡുമായി 10 മീറ്റർ പോലും അകലമില്ല. വീടിന് മതിലുമില്ല. എതിർവശത്ത് വെളിപ്പുറത്താണ് ആതിരയുടെ ഭർത്താവ് പൂജാരിയായി ജോലി ചെയ്യുന്ന ക്ഷേത്രം. സമീപത്ത് ചില കടമുറികളുണ്ട്. ഒരു ക്ലബ്ബും തയ്യൽ കടയുമുണ്ട്. ഇവിടെയുള്ളവരാരും ഒരു ശബ്ദവും വീട്ടിൽ നിന്ന് കേട്ടില്ല. TV ഉച്ചത്തിൽ വെച്ചതാകാം ഒരു കാരണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ കുത്തിയിറക്കിയെന്നാണ് ജോൺസൺ പറയുന്നത്. നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്: വളരെ മര്യാദക്കാരിയായ കുട്ടിയെന്നാണ് ഇത്രയും നാളും കരുതിയിരുന്നത്. പക്ഷേ അവൾക്ക് രഹസ്യമായ ബന്ധമുണ്ടായി. അവളുടെ അമ്മയ്ക്കും അച്ഛനും ഭർത്താവായ പോറ്റിക്കും ഈ വിവരം അറിയാം. അങ്ങനെ ഇരിക്കെയാണ് അവൻ മിനിങ്ങാന്ന് ഇവിടെ വന്ന് അവളെ കൊല്ലുമെന്ന് പറയുന്നത്. വിവരം ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞു. ഭർത്താവ് എന്തു ചെയ്തു? നീ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ ചത്തുകളയുമെന്ന് ഭർത്താവിനോട് ഈ പെണ്ണ് പറഞ്ഞു. അതോടെ അവൻ ആരുടെ അടുത്തും പറയാതെ രഹസ്യമാക്കി വെച്ചിരുന്നു. ഇവർക്കും അറിയാം, പോറ്റിക്കും അറിയാം ബന്ധം. 1 വർഷം കൊണ്ടേ തുടരുന്നതാണ്. പോറ്റി വിവരം രഹസ്യമായി വെച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത്. പോലീസ് സ്റ്റേഷനിലോ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയുടെ അടുത്തോ പറഞ്ഞില്ല. അത് പോറ്റിയുടെ ഭാഗത്ത് വന്ന തെറ്റാണ്. പിന്നെ മറ്റവനെന്ന് പറഞ്ഞാൽ അറിഞ്ഞിടത്തോളം ഒരു ഭീകരവാദിയാണ്. അവൻ്റെ വീട് കൊല്ലത്താണ്. ഒന്നാന്തരം ഗുണ്ടയാണ്. ഈ ബന്ധം അവളുടെ ബന്ധുക്കൾക്കും അറിയാമായിരുന്നു. അവർ ഇഷ്ടം പോലെ കാശും അവന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ വീട്ടുവാടക പോലും ഇവരാണ് അയച്ചു കൊടുക്കുന്നത്. അവൻ പെരുമാതുറയിൽ ഒരു വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ ആ വീട്ടുവാടക പോലും ഇവരാണ് കൊടുത്തത്. ഇവരുടെ പരിപൂർണ്ണ സമ്മതത്തോടെയാണ് ഈ രഹസ്യബന്ധം തുടർന്നതെന്നും നാട്ടുകാർ പറയുന്നു. ആതിരയുടെ ബന്ധുവായ മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെയാണ്: ആതിര എൻ്റെ ചെറുമകളാണ്. ഞാൻ മാത്രമാണ് ബന്ധുവായി ഇവിടെയുള്ളത്. വിവാഹം കഴിച്ച് ഒരാഴ്ച മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചിരുന്നത്. അന്ന് മുതൽ 9 വർഷത്തോളമായി ഇവിടെയാണ് താമസിക്കുന്നത്. കുട്ടിയായി, ആൺകുട്ടിയായി, പിന്നെ വേറെ ആരുമായി പെൺകുട്ടിക്ക് ബന്ധമില്ല. ആരോടും വലിയ സംസാരമില്ല. പോറ്റിയെ കാണാനായി എന്തെങ്കിലും ആവശ്യത്തിന് ചെന്നാൽ മാത്രമേ ഫ്രണ്ടിലെ വാതിൽ തുറക്കാറുള്ളൂ. അല്ലാതെ ആര് ചെന്നാലും മുന്നിലെ വാതിൽ തുറക്കാറില്ല. ഇങ്ങനെ ഒരു ബന്ധമുള്ളതായി നമ്മുടെ അടുത്തും പറഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണത്തിലാണ് ഇതൊക്കെ അറിയുന്നത്. വിവാഹകാലത്ത് വളരെ മര്യാദക്കാരിയായിരുന്നു. ഇപ്പോൾ ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ കൊല്ലുമെന്ന് പ്രതി ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. പ്രദേശവാസികളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ കൊലപാതകം. ഏകദേശം 6-7 മാസം മുമ്പ് സുഹൃത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും കൊല്ലം സ്വദേശിയായ ജോൺസൺ ഔസേപ്പിനെ കുറിച്ച് ആതിര പറഞ്ഞതായി പൂജാരിയായ ഭർത്താവ് മറുനാടനോട് പറഞ്ഞു. സൗഹൃദമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്തരത്തിലുള്ള ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞ് ആതിരയെ ഭർത്താവ് വിലക്കുകയും ചെയ്തു. ആതിരയും ജോൺസണും റീൽസ് ചെയ്യുന്നവരായിരുന്നു. ഇവർ ചേർന്നുണ്ടാക്കിയ ഇൻസ്റ്റാ ഗ്രൂപ്പിലൂടെയാണ് ആതിര ജോൺസനെ പരിചയപ്പെട്ടതെന്ന് ഭർത്താവ് പറയുന്നു. ജോൺസണും ആതിരയും കൂടാതെ മറ്റൊരു സ്ത്രീയും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഗ്രൂപ്പ്. എന്നാൽ ഇത്തരത്തിലൊരു ഗ്രൂപ്പും ബന്ധവും അനാവശ്യമാണെന്ന് ഭർത്താവ് ആതിരയോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടെ ഇൻസ്റ്റാ ഗ്രൂപ്പിൽ മൂന്നാമതായി ഉണ്ടായിരുന്ന സ്ത്രീ ലെഫ്റ്റ് ആവുകയും ആതിരയും ജോൺസണും മാത്രമായി അവശേഷിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. പ്രണയം തലയ്ക്ക് പിടിച്ച ജോൺസൺ ആതിരയോട് കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടു. വിവരമറിഞ്ഞ ഭർത്താവ് ഈ പോക്ക് ശരിയല്ലെന്നും ജോൺസണുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാനും ആതിരയോട് ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് ജോൺസനെ ഫോണിലും ഇൻസ്റ്റാഗ്രാമിലും ആതിര ബ്ലോക്ക് ചെയ്തത്. ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് വാശിയോടെ ജോൺസൺ കഠിനംകുളത്ത് എത്തിയത്. ജോൺസൺ കൊല്ലത്ത് അറിയപ്പെട്ടിരുന്നത് കള്ളൻ രാജു എന്ന പേരിലാണെന്ന വിവരവും പുറത്തു വന്നു. ഇയാൾ ഒരു ക്രിമിനലാണെന്നും 5-ലധികം സിമ്മുകൾ ഇയാൾക്കുണ്ടെന്നും ആതിരയുടെ ഭർത്താവ് പറയുന്നു.